Hey guys, അപ്പോൾ ഇന്ന് ഡേ 2 ആണ് ഓണം സെലിബ്രേഷൻ്റെ. അപ്പോൾ ഞാൻ തിരുവാതിര ഡാൻസിനുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്ഫിറ്റ് ആണിത്, സെറ്റ് മുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി സെറ്റ് മുണ്ട് ശരിക്കും കൊടുക്കാൻ പറ്റാണ്ട് ഞാൻ എൻ്റെ തിരുവാതിര ടീമിലുള്ളൊരു ചേച്ചിയുണ്ട്, ടവർ 16 ഉള്ളത്, അവിടെ പോയിട്ട് ഇത് ഉടുപ്പിച്ച ആളുടെ മദർ ഉടുപ്പിച്ചു. അപ്പം നമ്മൾ തിരുവാതിരക്കാരൊക്കെ റെഡി ആയിട്ട് അവിടേക്ക് വന്നു. നമ്മൾ താഴെ നമുക്കൊരു ലുലു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതിൻ്റെ അവിടെയാണ് നമ്മൾ സ്പേസ് ഉള്ളത് തിരുവാതിര കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ശിങ്കാരി മേളം, പിന്നെ ഇതേപോലെ പുലിക്കളി, ഇതൊക്കെയാണ് സ്റ്റാർട്ടിങ് തന്നെ. നമ്മളത് റൗണ്ട് ചെയ്യും, പ്രസ്റ്റേജ് മൊത്തം ഫുള്ള് എല്ലാ ടവേഴ്സിൻ്റെയും ഫ്രണ്ടിൽ കൂടെ പോവും. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ തിരുവാതിരക്കാരെ എല്ലാവരും ഡ്രസ്സ് ചെയ്ത് ഇവരുടെ കൂടെ വന്ന് നമ്മൾ ഈ പുലിക്കളിയും ഇതിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്ത് റീലൊക്കെ എടുത്ത് അങ്ങനെ അടിച്ച് പൊളിച്ചിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത കുറച്ച് ക്ലിപ്സാണ് അതിൽ ആഡ് ചെയ്തേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു 11 ഒക്കെ ആകുമ്പോൾ നമ്മൾ തിരുവാതിര സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് അടി, ഓണം സദ്യ, അങ്ങനെ അത് കഴിഞ്ഞാൽ ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്യൂഷൻ പരിപാടി, അങ്ങനെ കുറച്ച് ലാസ്റ്റ് ക്രാക്കേഴ്സ് പൊട്ടിക്കും, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നന്നായലങ്കരിച്ചിടും തിലകവും പൂർണ്ണത്ര ഈശ്വര കാണാകെ മല്ലികാണന്റെ കൈത്തളമേവിന വില്ലിനടക്കാമുരല്ലലേകും ചില്ലിനകവും നാസിക ഭംഗിയും പൂർണ്ണത്ര ഈശ്വര കാണാകെ കണ്ണിത്തോളം നീണ്ട കണ്ണുകളും കാതിൽ കണ്ണഞ്ചും മണിക്കുണ്ടലവും കണ്ണാടി പോലെയും പ്രദേശവും പൂർണ്ണത്ര ഈശ്വര കാണാകെയും ബന്ധനിരകളും നല്ല ചിന്മുഖവും ചിന്തണ്ടി വണ്ണമധുരങ്ങളും ചന്തം പടിഞ്ഞൊഴുകിയിടും പ്രധാനവും പൂർണ്ണത്ര ഈശ്വര കാണാകെയും. പ്രണവം ചിന്മയരൂപം തൊഴുതോരണം തിരുവാതിരരാവിതിൽ ശിവനീരയും പ്രണവം ചിന്മയരൂപം തൊഴുതോരണം തിരുവാതിരരാവിതിൽ ദേവഹിതം
അങ്ങനെ നമ്മുടെ ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞു, തിരുവാതിര കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഫോട്ടോഷൂട്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സദ്യ കഴിക്കാൻ വന്നു. ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, വിഷ്ണു വൈഫും കുട്ടിയൊക്കെ. പിന്നെ ഞങ്ങളുടെ നൈബറിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് നോൺ മലയാളീസിനെയും ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും ഈ ഓണം പരിപാടിക്ക്. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സദ്യ കഴിക്കാനായിരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ സദ്യയായിരുന്നു തോന്നുന്നുണ്ട്, ഓണം സീസണിൽ രണ്ടാമത്തെ സദ്യ. അപ്പോൾ അടിപൊളിയായിരുന്നു സദ്യയൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, നമുക്കൊരു എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു അടുത്ത് തന്നെ. ഒരു ചെറിയ ഡ്രസ്സ് സ്റ്റോളുകളും ഇതൊക്കെ, നമുക്ക് ഓണം സ്റ്റോൾ പോലെ. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരം ഫ്രണ്ട്സായിട്ട് നമ്മൾ ചുമ്മാ ആ സ്റ്റോളിൽ പോയി ഒന്നും പർച്ചേസ് ചെയ്തൊന്നുമില്ല, ജസ്റ്റ് അവിടെ പോയിട്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ സ്റ്റോളുകൾ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇത് പോയിട്ട് അതൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് താഴെ വന്നു. താഴെ ഇവിടെയാണ് നമ്മൾ ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒന്നും നടന്നില്ല. കുറേ ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മഴ പെയ്ത് ആകെ കൊളായി, എല്ലാ പരിപാടിയും കൊളായി. അത് കാരണം ഗെയിംസ് എന്ന് പറഞ്ഞ സംഭവം ഫുൾ കട്ട് ചെയ്തു ഞങ്ങൾ. പിന്നെ ഫ്യൂഷൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, അതും കുറച്ച് പ്രശ്നമായി. പക്ഷേ രാത്രി എങ്ങനെയോ അതൊക്കെ ഒപ്പിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ. അങ്ങനെ എല്ലാം പരിപാടിയൊക്കെ അടിപൊളിയായി. പിന്നെ നൈറ്റ് കുറച്ച് ക്രാക്കേഴ്സ് അതൊക്കെ ഉണ്ടായിരുന്നു, അതിനും കുറച്ച് ഞാൻ ടിപ്സ് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേയും അവസാനിച്ചു. അടിപൊളിയായിട്ട് ഓണം സെലിബ്രേഷൻ അടിപൊളിയായിരുന്നു.